ഹായ് ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മളുടെ സെറ്റ് എക്സാം പേപ്പർ 1 പ്രിപ്പറേഷനിൽ നിരന്തരം ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഓസ്കാർ അവാർഡുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് ഈ വർഷത്തെ പ്രധാനപ്പെട്ട ഓസ്കാർ അവാർഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിച്ചു വെക്കാം. ഓസ്കാർ 2024 96th അക്കാഡമിക് അവാർഡിൽ പ്രധാനപ്പെട്ട അവാർഡുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ബെസ്റ്റ് ആക്ടർ ഓർത്ത് നോക്കാൻ എളുപ്പമുണ്ട്. ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത് സില്ലിയൻ മർഫിയാണ് അതിൻ്റെ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത്. ഫിലിം ഓപ്പൺഹൈമറാണ്. ഫിലിം ഏതാണ്? ഓപ്പൺഹൈമർ എന്ന് പറയുന്ന സിനിമയ്ക്ക് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഓപ്പൺഹൈമർ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് സില്ലിയൻ മർഫിക്കാണ്. ആ ഫിലിമിൻ്റെ തന്നെ ഡയറക്ടറായിട്ടുള്ള ക്രിസ്റ്റഫർ നോളനാണ്. അതായത് ഓപ്പൺഹൈമർ എന്ന് പറയുന്ന ഫിലിമിൻ്റെ സംവിധായകനായിട്ടുള്ള ക്രിസ്റ്റഫർ നോളനാണ് മികച്ച ഡയറക്ടർ അല്ലെങ്കിൽ ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത്. ദെൻ ബെസ്റ്റ് ആക്ട്രസ് എമ്മ സ്റ്റോൺ എന്നാണ്. ബെസ്റ്റ് ആക്ട്രസ് ആരാണ്? എമ്മ സ്റ്റോണിന് ഏത് ഫിലിമിൽ അഭിനയിച്ചവരാണ്? പുവർ തിങ്സ് എന്ന് പറയുന്ന ഫിലിമിലെ അഭിനയത്തിനാണ് എമ്മ സ്റ്റോണിന് ബെസ്റ്റ് ആക്ട്രസിനുള്ള ഓസ്കാർ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ബെസ്റ്റ് പിക്ചർ ഏതാണ്? അതും നമ്മളുടെ ഓപ്പൺഹൈമർ തന്നെയാണ്. അപ്പം ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ട്. ബെസ്റ്റ് ആക്ടർ സില്ലിയൻ, ബെസ്റ്റ് ഡയറക്ടർ ക്രിസ്റ്റഫർ. രണ്ടും CZ ആണ്. സില്ലിയൻ മർഫിയും ദെൻ ക്രിസ്റ്റഫറും ഡയറക്ടറും ആക്ടറും. ദെൻ നമ്മളുടെ ഫിലിം ഏതാണ്? ഫിലിം ബെസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് ഓപ്പൺഹൈമറാണ്. ഈ സിനിമയ്ക്ക് തന്നെയാണ് ബെസ്റ്റ് ആക്ടറിൻ്റെയും ബെസ്റ്റ് ഡയറക്ടറിൻ്റെയും അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഇനി ബെസ്റ്റ് ആക്ട്രസ് മാത്രമേ വ്യത്യാസമുള്ളൂ. അത് എമ്മ സ്റ്റോണിന് പുവർ തിങ്സ് എന്ന് പറയുന്ന ഫിലിം. ഇനി നമുക്കറിയാം, സെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷന് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഇനിയും നമ്മൾ വീണ്ടും എഴുതാതെ ഈ ഒറ്റ തവണ കൊണ്ട് നമുക്ക് എഴുതി സെറ്റ് എക്സാം പാസ്സാവാനായിട്ട് നമ്മുടെ ഹൈംസ് അക്കാഡമിയിൽ ഒരു 10 ലൈവ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ ആ ഒരു ഏരിയയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും അതിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് വളരെ കൃത്യമായിട്ട് ആ ഏരിയ പഠിച്ച് അതിൽ നിന്ന് ഒരു മാർക്ക് പോലും മിസ്സാകാത്ത രീതിയിൽ നമുക്ക് ലൈവ് സെഷൻസിലൂടെ പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമാണെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ബാച്ച് ഓൾറെഡി ഒരു ബാച്ച് റണ്ണിങ് ആണ്. നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകുന്നു. അതിൽ കുറേയധികം സ്റ്റുഡൻസ് നല്ല രീതിയിൽ അത് നമ്മുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാനായിട്ട് അടുത്തൊരു ബാച്ചുണ്ട്. ജൂലൈ ആദ്യം ആയിട്ട് നമ്മൾ അടുത്തൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും നമ്മൾ വളരെ നേരത്തെ ഉള്ളൊരു സമയത്ത്, അതായത് ഒരു മോർണിംഗ് ഒരു 4:30 ആ ഒരു ടൈമിലേക്കാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അതിന് മുന്നേ നമുക്ക് ആ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനും ദെൻ അതുപോലെ തന്നെ ചെറിയൊരു ഫീസാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതായത് വെറും 100 റുപ്പി മാത്രമേ നമ്മൾ ഒരു ക്ലാസ്സിന് ചാർജ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പം മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുകയാണെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. താങ്ക് ഫോർ വാച്ചിങ്.